നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്ന ദൈവമേ, അങ്ങ് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉള്ള പാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവമേ നീ എനിക്ക് കഴിവ് തരണമേ. ആമേൻ. Good morning students. How are you all? I think all are fine. Today we learn our new lesson. Lesson 16. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ആരെ പറ്റിയാണ് പഠിച്ചത്? പാഠത്തിന്റെ പേര് എന്തായിരുന്നു? പാഠത്തിന്റെ പേര് ദൈവ നിയോഗം. ആരെ പറ്റിയാണ് പഠിച്ചത്? ഗിദിയോനെ പറ്റി. ഗിദിയോന്റെ കഥ എന്തായിരുന്നു? ഗിദിയോൻ ദൈവം പറഞ്ഞ അനുസരിച്ച് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ പോയി, അല്ലേ? ആ കഥയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 16, ലെസൺ 16. ലെസൺ നെയിം പ്രേയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രേയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക. ലെസൺ നെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു പ്രേ incessantly interceding for others. ഇത് ലെസന്റെ എയിം. പാഠത്തിന്റെ പേരെന്താ? മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശമൂവേൽ പ്രവാചകനെ പറ്റിയാണ്. ശമൂവേൽ പ്രവാചകനെ പറ്റി നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ കടക്കാം. ശമൂവേൽ പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ എന്നീ 3 തരത്തിലുള്ള ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ് ശമൂവേൽ. യഹോവയുടെ അപേക്ഷിച്ച് ലഭിച്ചവൻ എന്നാണ് പദത്തിന്റെ അർത്ഥം. ശമൂവേലിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? യഹോവയുടെ അപേക്ഷിച്ച് ലഭിച്ചവൻ. ശമൂവേൽ ബാലൻ എങ്ങനെയാണ് ഉണ്ടായത്? ഹന്ന ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹന്നയ്ക്ക് ഒരു മകനെ കൊടുത്തു, അല്ലേ? ആ പ്രവാചകൻ ആണ് ശമൂവേൽ പ്രവാചകൻ. തന്റെ പേരിന്റെ അർത്ഥത്തിൽ അനുസരണം ആയി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്റെ ജീവിത ദൗത്യമായി ശമൂവേൽ കണ്ടു. അങ്ങനെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ താൻ പാപം ചെയ്യുന്നു എന്ന് അവൻ വിശ്വസിച്ചു. അപ്പോൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ താൻ പാപം ചെയ്യുന്നു ശമൂവേൽ വിശ്വസിച്ചു. ജനത്തിന് വേണ്ടി യഹോവയുടെ മുമ്പാകെ മധ്യസ്ഥ ചെയ്ത് കൊണ്ട് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? ശമൂവേൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ശമൂവേൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ബാൽ അസ്തോരത്ത്, അന്യ ദൈവങ്ങൾ, ബാൽ വിഗ്രഹം കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അന്യ വിഗ്രഹങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലോട്ട് കടക്കാം. യഹോവയുടെ സാന്നിധ്യത്തിൽ കുരിക്കുന്ന യഹോവയുടെ പേട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയി. അത് പോയിടത്ത് എല്ലാ ജനങ്ങൾ രോഗവും മരണഭയം ഉണ്ടായി. അതിനാൽ ഇസ്രായേൽ മക്കൾക്ക് തന്റെ പേട്ടകം മടക്കി നൽകുന്നതിനായി ഫെലിസ്ത്യർ തയ്യാർ ആയി. എന്നാൽ അതോടൊപ്പം പൊൻവിഗ്രഹങ്ങളും കൊടുത്ത് അയച്ചു. പെട്ടകം സൂക്ഷിച്ചാൽ മാത്രം പോരാ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആരാധിക്കുവാൻ ശമൂവേൽ പ്രവാചകൻ ജനത്തെ ആഹ്വാനം ചെയ്തു. ശമൂവേൽ പ്രവാചകൻ എന്താ ചെയ്തത്? ദൈവത്തെ ആരാധിക്കുവാൻ ശമൂവേൽ പ്രവാചകൻ ജനത്തിന് ആഹ്വാനം ചെയ്തു, അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ മാനസാന്തരം ശമൂവേൽ ആഗ്രഹിച്ചു. ശമൂവേൽ എല്ലാം ഇസ്രായേൽ ഗൃഹത്തോടും ഇപ്രകാരം പറഞ്ഞു: എല്ലാം ഇസ്രായേലിനെയും മിസ്പയിൽ
കുടുവിൻ. മിസ്പേൽ കൂട്ടുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. ആ സമയത്തും സാമുവൽ പ്രവാചകൻ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലേ? മിസ്പയിൽ ഒന്നിച്ചുകൂടെ ജനത്തിന്റെ നേരെ ഫിലിസ്ത്യർ പട വന്നപ്പോൾ ഇസ്രായേൽ ജനം സാമുവലിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിന് അപേക്ഷിച്ചു. അവർ ഈ പ്രകാരം പറഞ്ഞു: നമ്മുടെ ദൈവം ആയ യഹോവ, ഞങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. സാമുവലുടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിന് അപേക്ഷിച്ചത് എന്തായിരുന്നു? അവൻ ഇപ്രകാരം പറഞ്ഞു, അല്ലേ? നമ്മുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. അല്ലേ? ഇസ്രായേൽ മക്കൾക്കു വേണ്ടി സാമുവൽ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവ സംരക്ഷണം നൽകി. യഹോവ ഉത്തരം നൽകിയത് ഇപ്രകാരമായിരുന്നു: യുദ്ധത്തിന് തയ്യാറായ ഫിലിസ്ത്യരുടെ മേൽ യഹോവ വലിയ ഇടി മുഴക്കി. ഫിലിസ്ത്യരുടെ മേൽ യഹോവ വലിയ ഇടി മുഴക്കി. അവൻ പരിഭ്രമിച്ചു. യുദ്ധത്തിൽ അവൻ അവർക്കു പരാജയം നേരിട്ടു. സാമുവൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. ഇതോടെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ ലെസൺ 16 വീക്ക് 1 വീക്ക് 2 രണ്ടിലും മെമ്മറി വേഴ്സ് ഉണ്ട്. നന്നായിട്ടിരുന്ന് പഠിക്കണം. പേജ് നമ്പർ 94. ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതില്: ഹൂ ആർ ദ പീപ്പിൾ വി പ്രേ ഫോർ ഇൻ യുവർ ഡെയിലി പ്രേയേഴ്സ്? അത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ളത്. സെക്കൻഡ്, ഡു വി ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു അവർ നീഡ്സ് ഓർ ദ നീഡ്സ് ഓഫ് അതേഴ്സ്? ടുഡേ ലെറ്റ് us ലേൺ അബൌട്ട് എ ജഡ്ജ് ഹൂ, അതിലെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്: ടുഡേ ലെറ്റ് us ലേൺ അബൌട്ട് എ ജഡ്ജ് ഹൂ പ്രേഡ് ഫോർ the transformation of those who were against the will of God. The question answer. First one, which judge is being referred to in this portion? Samuel. Answer: Samuel. What according to Samuel are to be removed to serve the Lord only? Answer: the foraging gods and the Ashtoreth. Third one, where did Samuel ask the Israelites to assemble to pray to the Lord? At Mizpah. Fourth one, what did the people of Israel say when they had assembled at Mizpah and spent a day fasting? Answer: that they had sinned against the Lord. Fifth one, who came to attack the Israelites when they heard that the children of Israel and assembled at Mizpah? Answer: the rulers of the Philistines. Sixth one, whom did the people ask to continue to pray for the safety of the children of Israel? Answer: Samuel. Seventh one, when Samuel prayed for the children of Israel, the Lord replied to his prayer. How did God reply? Answer: as the Philistines drew near the Israelites for battle, the Lord thunders against them and made them panic, so they were defeated by the Israelites. Eighth one, as a memorial for the victory given to the children of Israel over the Philistines, Samuel set up a stone. What was the name of given to it and its meaning? Answer: Ebenezer, which means thus far as the Lord helped us. Next, page number 95. Fill up the blanks. അത് നിങ്ങൾ സ്വന്തം ചെയ്യണം. ഈസിയാ. മിസ്സിംഗ് ലെറ്റേഴ്സാ, അത് റീഡറിലുണ്ട്, കണ്ടുപിടിച്ച് എഴുതണം. Next, read the following. Page number 96. Read the following. Fill in the blanks referring to the Bible passage.
First, when Samuel desired the transformation of the people of Israel as he felt it as his duty to pray for them. Samuel told the people, thus, assemble all Israel at Mizpah, and I will intercede with the Lord for you. Second one, when the rulers of Philistines came up to attack the Israel assembled at Mizpah, the people of Israel requested Samuel to intercede for them. They said thus, do not stop crying out to the Lord our God for us, that he may rescue us from the hand of Philistines. Third one, when Samuel prayed to the Lord for the children of Israel, God gave protection to the children of Israel. The Lord responded thus, but they the Lord thunders with Lord thunder against the Philistines and threw them into such a panic that they were routed before the Israelites. Lesson 16, week 1st, memory verse, Psalm 12 verses 23. As for me, far be it from me that I should sin against the Lord by failing to pray for you, and I will teach you the way that is good and right. അങ്ങനെ വീക്ക് ഫസ്റ്റിൻ്റെ കഴിഞ്ഞ് വീക്ക് സെക്കൻഡ് പേജ് നമ്പർ 98. Which are the two instances when Samuel prayed to the Lord for the children of Israel? Answer, Samuel interceded with the Lord to forgive the Israelites sign of idolatry. Secondly, Samuel cried out to the Lord on behalf of Israel to save them from the Philistines at Mizpah. Second one, what should be done in order to escape from the hands of the enemies? Answer, we should remove all idols and pray to the Lord wholeheartedly. Lesson 16, week 2, memory verse, Philippians 2 verses 4. Not looking to your own interest, but each of you to the interests of the others. രണ്ട് മെമ്മറി വേഴ്സും ക്വസ്റ്റ്യൻ ആൻസർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഇനി അവസാനത്തെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പഠിച്ച പാഠം ഞങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് ഇരിക്കാൻ ഉള്ള കഴിവും പ്രാപ്തിയും ദൈവമേ നീ കൊടുക്കണമേ. എല്ലാം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുയുടെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.